എന്നാൽ യേശുക്രിസ്തു എന്ന ഏക വ്യക്തി നിന്റെ പാപം ക്ഷമിക്കുവാനായിട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. അവനെ പറ്റി വചനം ഇങ്ങനെ പറയുന്നു, ആകാശത്തിന് കീഴെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്വർഗത്തിൽ നിന്നെ രക്ഷിപ്പാനായിട്ട് ഇറങ്ങി വന്ന ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് എല്ലാ ഉന്നതന്മാരോട് ഞാൻ പറയുന്നു, നിനക്കൊരു മരണമുള്ളത് കൊണ്ട് അഹങ്കരിക്കേണ്ട. പുരുഷന്മാരെ, നിങ്ങളുടെ നിഗളിച്ച കണ്ണുകളെ താഴ്ത്തപ്പെടും, നിന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടും, നീ നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, അത് രാജാവെന്നോ മന്ത്രിയെന്നോ ഇല്ല, ട്രംപെന്നോ മോദിയെന്നോ ഇല്ല, ഞാനെന്നോ യാചകനെന്നോ ഇല്ല. എല്ലാവരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പ് കണക്ക് തീർക്കുന്ന നാളുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് പാപമോചനം എന്നുള്ള വീണ്ടെടുപ്പുണ്ട്. ആ വിശുദ്ധ രക്തം, അതായത് വിശുദ്ധമായിരിക്കുന്ന ഒരു രക്തം ഭൂമിയിൽ ചൊരിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. മറ്റാർക്കും വിശുദ്ധ രക്തമില്ല. എല്ലാവരും ആദമിന്റെ മക്കളായതുകൊണ്ട് എല്ലാവരും പാപികളാണ്. പാപിയുടെ രക്തത്തിൽ നമ്മളെ കഴുകുവാൻ കഴിയത്തില്ല. പാപിയായിരിക്കുന്ന പുരോഹിതന്റെ ഉപദേശത്തിൽ നിന്നെ പാപമോചനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതായത് അവൻ യേശുക്രിസ്തു പറഞ്ഞു, കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴത്തില്ലയോ? പാപിയായിരിക്കുന്ന പുരോഹിതന്റെ കള്ള ഉപദേശം കേട്ട് പാപിയായിരിക്കുന്ന നീ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? ആകയാൽ നോക്ക് പ്രിയപ്പെട്ടത്, യേശുക്രിസ്തു സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമക്കുകയും ചെയ്യേണ്ടി വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപം അവൻ സ്വയം ചുമലിലേറ്റി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ദൈവ കോടതിയുടെ മുമ്പിൽ ശിക്ഷ ഏൽക്കുകയാണ്.